ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ്. എല്ലാവരും കൃത്യമായി നോട്ട് എഴുതി തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കുക. കാരണം കറണ്ട് അഫേഴ്സ് എപ്പോഴും പുതിയതാണ്. അപ്പോൾ നിങ്ങൾക്കത് നോട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കൂടെ. അതുപോലെ എപ്പോഴും റിവൈസും ചെയ്തുകൊണ്ടിരിക്കുക. കറണ്ട് അഫേഴ്സ് LDC എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ തരുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം PSC ബുള്ളറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയ് മാസത്തെ ഫുള്ള് തന്നു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെയാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കയറാൻ സമയം കളയണ്ട. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം ഏത് സിനിമയ്ക്കാണ്? മഞ്ഞുമൽ ബോയ്സിന്. പിന്നെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനില്ലേ, അതിന് പുതിയൊരു പുനഃനാമകരണം ചെയ്തു. എന്താ പേരെന്നറിയാമോ? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നായിരുന്നു. ഓക്കെ, പിന്നെ റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ നിയമിതനായത് ആരാന്ന് വെച്ചാൽ വിനയ് കുമാർ. അപ്പോൾ മലയാളത്തിൽ ആദ്യമേ 200 കോടി തിയേറ്റർ വരുമാനം നേടിയ സിനിമ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? വിനയ് കുമാർ. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം ഇപ്പോൾ എത്രാം വയസ്സിലേക്ക് നടന്നു? 75ാം വയസ്സിലേക്ക് കടന്നു. പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1950 ഏപ്രിൽ 1. അപ്പോൾ ആകാശവാണി തിരുവനന്തപുരം 75ാം വയസ്സിലേക്ക് കടന്നു. ആരംഭിച്ചതെന്നാണ് 1950 ഏപ്രിൽ 1. മറക്കരുത്, ഈ ഇയറൊന്നും മറക്കരുത്. ഇയർ നോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റുകൾ കൃത്യമായി നോട്ട് സെപ്പറേറ്റ് എഴുതി തന്നെ പഠിക്കുക, എന്നാലേ ഓർത്തിരിക്കുകയുള്ളൂ. പിന്നെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിൻ്റെ പേരെന്താണ്? യൂറോപ്പ ക്ലീപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിൻ്റെ പേരെന്താണ്? യൂറോപ്പ ക്ലീപ്പർ. മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടിയ സിനിമ ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. മറക്കരുത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തു. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? വിനയ് കുമാർ. ആകാശവാണി ഇപ്പോൾ എത്രാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുന്നു? തിരുവനന്തപുരത്ത് ആകാശവാണി 75ാം വയസ്സിലേക്ക് കടന്നു. അതെന്നാണ് ആരംഭിച്ചത്? 1950 ഏപ്രിൽ 1. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് എന്താണ്? യൂറോപ്പ ക്ലീപ്പർ. ഓക്കെ, എല്ലാവരും കൃത്യമായി പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, മാക്സിമം ഞാൻ സ്പീഡിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്ത് തീർക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.